നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഇന്നും ട്രോളർമാരുടെ പൊന്നോമനയാണ് മരിച്ചുപോയ നടൻ കൊല്ലൻ സുധിയുടെ ഭാര്യ രേണു സുധി. അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറലായി നിൽക്കുന്ന വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് രേണു. ഭർത്താവിന്റെ മരണശേഷം രേണുവാണ് കുടുംബത്തിലെ ഏക വരുമാന മാർഗം. ഇതിന്റെ ഭാഗമായി ഇവർ റീലുകൾ ചെയ്ത് അഭിനയ രംഗത്തേക്ക് എത്തിയെങ്കിലും അവിടെയും ട്രോൾ വർഷമായിരുന്നു. ഇപ്പോഴത്തെ സുധിയുടെ അവാർഡുകൾ ചാക്കിൽ കെട്ടി കട്ടിലിന്റെ കീഴിൽ വെച്ചതിനെതിരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ രേണു നേരിടുന്നത്. എന്നാൽ ഇതിന്റെ വിശദീകരണവുമായി രേണു സുധി തന്നെ രംഗത്തെത്തിയിട്ടുമുണ്ട്. ഒരിക്കലും അത് ഉപേക്ഷിച്ചതല്ല, കുഞ്ഞെടുക്കാതെ ഞാൻ ഭദ്രമായി വെച്ചതാണ്. എന്റെ റൂമിൽ എന്റെ കട്ടിലിന്റെ അടിയിലാണ് അത് വെച്ചതെന്നും രേണു പറയുന്നു. ഇപ്പോൾ ട്രോഫി വെക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ലെന്നും ഷോക്കേസ് പോലുള്ളവ നിർമ്മിച്ച് അവിടെ സൂക്ഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും രേണു പറയുന്നു. ഇറുതപ്പൻ കുഞ്ഞാണ്, അങ്ങനൊരു പ്രായമാണ് അവന്റേത്. അവൻ ചേട്ടന്റെ ട്രോഫി എടുത്ത് കളിക്കരുതല്ലോ. പാത്തിരുന്ന് കളിക്കും അവൻ. തടിയിൽ തീർത്തതല്ലേ. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഒടിച്ചു കളഞ്ഞാൽ അത് നമുക്ക് പിന്നീട് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവാർഡുകൾ ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ്. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കണം. വീട്ടിൽ ഇപ്പോൾ ട്രോഫി വെക്കാനുള്ള അത്തരം സംവിധാനങ്ങളൊന്നുമില്ല. സുധിച്ചേട്ടൻ്റെത് കട്ടിലിനടിയിലും എന്റേത് മേശപ്പുറത്തും വെക്കാമെന്ന് ചിന്തിച്ച് ചെയ്തതല്ല. എനിക്ക് അടുത്തിടെയല്ലേ 5-8 അവാർഡ് കിട്ടിയത്. അതും വരുന്ന വഴിക്ക് മേശപ്പുറത്തേക്ക് വെക്കുന്നത് മാത്രം. അല്ലാതെ എന്റേത് ഇവിടെ ഇരിക്കട്ടെ എന്ന രീതിയിൽ സൂക്ഷിച്ചു വെച്ചതല്ല. സുധിച്ചേട്ടന്റെ അവാർഡ് കുഞ്ഞ് കളിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ചത്. അവന്റേത് അങ്ങനെ ഒരു പ്രായമാണ്. മാത്രമല്ല ചേച്ചിയുടെ മക്കൾ കൂടി വരുമ്പോൾ ഇവർ ഞാൻ അറിയാതെ ഫോൺ അടക്കം എടുത്ത് കളിക്കും. ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ സുധിച്ചേട്ടന്റെ ഫോട്ടോയിൽ കുഞ്ഞുങ്ങൾ പൊട്ടൊക്കെ വെച്ച് കണ്ണെഴുതിയിരിക്കുന്നു. അച്ഛനെ ഒരുക്കിയതാണെന്നാണ് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയുള്ള ജോട്ടിലൊടുക്ക് വിശദീകരണങ്ങളാണ് രേണു സുധി ഇപ്പോൾ നിരത്തുന്നത്. എന്നാൽ സുധിയുടെ ആരാധകർ രേണുവിന്റെ മറുപടിയിൽ തൃപ്തരായിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ റീൽസും ഷോർട്ട് ഫിലിമും മോഡലിംഗും ഒക്കെ ചെയ്ത് പ്രശസ്തരാകുന്നവർ ഇന്ന് കൂടുതലാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലായി വന്ന പേരാണ് രേണു സുധി. ഓരോ ദിവസവും നിരവധി വീഡിയോകളാണ് രേണു സുധിയുടേതായി പുറത്തു വരുന്നത്. അതിൽ റീൽസുകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കും ആൽബങ്ങൾക്കും ലക്ഷക്കണക്കിന് കാഴ്ചക്കാരാണ് ഉള്ളത്. ഉദ്ഘാടന വേദികളിലേക്കും രേണു സുധിയെ മുഖ്യാതിഥിയായി ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിരവധി ഓൺലൈൻ മാധ്യമങ്ങളും രേണു എന്ത് പറയുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നൊക്കെ അപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നുമുണ്ട്.